ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 20 സെൻറ്റിനകത്ത് 3600 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു ഒറ്റനില ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. കാർ പോർച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരേ സമയത്ത് ഒരു 2 വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. നല്ല വിശാലമായ മിറ്റങ്ങൾ ആണ് നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെയും വീടിൻ്റെയും ഒരു സൈഡ് ഫുൾ ഗാർഡൻ ഏരിയ നൽകിയിരിക്കുന്നു. അതും നല്ല മനോഹരമായ രീതിക്ക് നൽകിയിരിക്കുന്നു. മുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് വീഴുമ്പോൾ സ്റ്റോണൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. ഒരു സൈഡ് ഫുൾ നല്ല നാച്ചുറലായിട്ടുള്ള ഗാർഡൻസ് നൽകിയിരിക്കുന്നു. ഒരു സൈഡിൽ അത്യാവശ്യം ഫ്രൂട്ട്സ് ഗാർഡനും നൽകിയിരിക്കുന്നു. ഒരു സൈഡ് ഫുള്ളായിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള പേൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു കിണറും നൽകിയിരിക്കുന്നു. കുറച്ചധികം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് മുറ്റത്ത് തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് വീടിൻ്റെ വശത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല 2 സൈഡും വീതിയുണ്ട്. ഇത് ബാക്ക് സൈഡിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ സൈഡ് എടുക്കാത്ത വീഡിയോയിൽ നമുക്ക് വീടിൻ്റെ അകത്തെ വശത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. പോർച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് കയറി വരാവുന്ന രീതിക്ക് നല്ല വിശാലമായ ഒരു വരാന്തയും നൽകിയിരിക്കുന്നു. നല്ല തേക്കിൽ തന്നെയാണ് ഡോറെല്ലാം നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു വിസിറ്റിംഗ് ഏരിയയിലേക്കാണ് നൽകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നൽകുന്നത്. കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിക്ക് 2 സൈഡിലും അത്യാവശ്യം നല്ല ജനാലകൾ നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായ ഇൻറ്റീരിയൽ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂംസ് ഒന്ന് കണ്ടു നോക്കാം. അതും നല്ല അത്യാവശ്യം വലിപ്പമേറിയ കബോർഡ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒട്ടും സ്ഥല സൗകര്യം കളയാത്ത രീതിക്ക് നൽകിയിരിക്കുന്നു. നേരെ നമ്മളെ മുറ്റത്തിൻ്റെ കിണറിൻ്റെ സൈഡിലേക്കാണ് ഇതിൻ്റെ വ്യൂ നൽകിയിരിക്കുന്നത്. നല്ല മികച്ച ഇൻറ്റീരിയൽ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പമേറിയ ജനാലയിൽ നൽകിയിരിക്കുന്നു. നല്ല വലിപ്പമേറിയ ടോയ്ലറ്റാണ് നൽകിയിരിക്കുന്നത്. അതും ഒട്ടും സ്ഥലസൗകര്യം കളയാത്ത രീതിക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്.
നമ്മുടെ വിസിറ്റിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റായി തിരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂംസ് തന്നെയാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂംസാണത്. അത്യാവശ്യം കാറ്റും വെളിച്ചവും കയറാവുന്ന ജനാലകളും നൽകിയിരിക്കുന്നു. നല്ല മികച്ച ഇൻറ്റീരിയർ വർക്കുകളും ഇതിനും നൽകിയിരിക്കുന്നു, ഈ ബെഡ്റൂംസിനും നൽകിയിരിക്കുന്നു. എല്ലാം വലിപ്പമേറിയ ബെഡ്റൂംസാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമേറിയ കബോർഡ്സ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു ഡ്രസ്സിംഗ് ടേബിളും നൽകിയിരിക്കുന്നു. ഒരു മിററും നൽകിയിരിക്കുന്നു. അതും വലിപ്പമേറിയ കബോർഡ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്ഥല സൗകര്യം ഒട്ടും കളയാത്ത രീതിക്ക് തന്നെയാണ് കബോർഡ്സ് നൽകിയിരിക്കുന്നത്. നമ്മൾ അപ്പുറത്ത് കണ്ട ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷനല്ല ഈ ബാത്റൂമിൻ്റെ ടൈൽസുകൾക്കും നൽകിയിരിക്കുന്നത്. വാഷ് പീസിൻ്റെ സൈഡിലൊരു കബോർഡ്സും നൽകിയിരിക്കുന്നു. നമ്മൾ അടുത്ത ബെഡ്റൂംസ് കാണാം. അതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇൻറ്റീരിയൽസ് നൽകിയിരിക്കുന്നത്. അതും വലിയൊരു കബോർഡ്സാണ്. കയറി വരുമ്പോൾ തന്നെ കാണാം നമുക്ക് ബെഡ്റൂമിനോട് അനുബന്ധിച്ച്. ബെഡ്റൂം അവിടെ താഴത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും വലിപ്പമേറിയ ബെഡ്റൂംസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓരോ ബാത്റൂമിനും ഓരോ ടൈൽ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല വിശാലമായ ബാത്റൂംസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സ് ആയാലും എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഐറ്റംസ് തന്നെയാണ് ഇതിനെല്ലാം നൽകിയിരിക്കുന്നത്. ഒരു ശകലം പോലും സ്ഥല സൗകര്യം കളഞ്ഞിട്ടില്ല. ഈ കബോർഡ്സിൻ്റെ സൈഡിലായാലും തന്നെയാണെങ്കിലും എല്ലാം അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. കബോർഡിനാണെങ്കിലും നല്ല ഡോറെല്ലാം തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മരങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം വലിപ്പമേറിയ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. അഞ്ചോ ആറോ പേർക്ക് ഇരുന്ന് TV കാണാനുള്ള സംവിധാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇത് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. അത് നേരെ ഒരു ഗാർഡൻ ഏരിയയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് തന്നെ. അതും അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഗാർഡൻ സ്പേസാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റിങ് വർക്കുകൾ. അതാണ് ആ സൈഡിലെ വീഡിയോ പുറത്തേ എടുക്കാത്തത്. ഇവിടെ ഒരു ചെറിയൊരു കബോർഡിൻ്റെ സാധനം നൽകിയിരിക്കുന്നു. നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് താഴത്തെ, അതുകൂടെ ഒന്ന് കണ്ടുവരാം. അത്യാവശ്യം വലിപ്പം ഏറ്റവും വലിയ ബെഡ്റൂംസ് തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. കബോർഡിനെല്ലാം ഓരോ ബെഡ്റൂമിൻ്റെയും കബോർഡിൻ്റെ എല്ലാം കളർ വ്യത്യാസങ്ങൾ നൽകിയിരിക്കുന്നു.
എല്ലാം അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ബെഡ്റൂംസ് നൽകിയിരിക്കുന്നത്. കബോർഡ്സൊക്കെ അത്യാവശ്യം നല്ല സൈസ് കബോർഡ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ടോയ്ലറ്റിൻ്റെ വശത്തേക്ക് ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം വലിപ്പമേറിയ ടോയ്ലറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു മിറർ നൽകിയിരിക്കുന്നു, ചെറിയൊരു കബോർഡ്സിന് സ്ഥാനവും നൽകിയിരിക്കുന്നു. ഡൈനിങ് സ്പേസ് അത്യാവശ്യം വലിപ്പമേറിയ ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വൈകിട്ട് സമയങ്ങളിൽ ഇരിക്കാൻ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഗാർഡൻ ഏരിയയോട് കൂടിയ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ സൈഡിലെല്ലാം നാച്ചുറലായിട്ട് ബൗൾസും വിരിച്ചിരിക്കുന്നു. ഡയറക്റ്റായിട്ട് വെളിച്ചം കിട്ടാവുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് സമയങ്ങളിൽ ഇരിക്കാനുള്ള ഒരു ചെറിയൊരു കോൺക്രീറ്റിൽ തീർത്ത ഒരു ചെയർ നൽകിയിരിക്കുന്നു. അത് ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. ഇനി നല്ല വലിപ്പമേറിയ ഒരു ഓപ്പൺ കിച്ചനാണ് നൽകിയിരിക്കുന്നത്. ഒട്ടും സ്ഥലങ്ങൾ കളയാത്ത രീതിക്ക് കബോർഡ്സ് നൽകിയിരിക്കുന്നു. ഈ 20 സെൻറ്റും വീടും കോട്ടയം ജില്ലയിൽ പാല ഫർണങ്ങാനം പള്ളിയിൽ നിന്നും ഒരു 500 മീറ്റർ താഴെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. 3700 സ്ക്വയർ ഫീറ്റ് വീടും നമ്മൾ മുഴുവനായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വീടുകൾ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് സഹകരിക്കാവുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു സെക്കൻഡ് കിച്ചൺ, ഒരു വർക്ക് ഏരിയ നൽകിയിരിക്കുന്നു. ഇതുപോലെയുള്ള വീടുകൾക്ക് ഞങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.